അയോധ്യ വിഷയത്തിൽ പങ്കെടുക്കോ വേണ്ടേ എന്ന് കോൺഗ്രസ് നിലപാടെടുക്കാൻ പറ്റുന്നില്ല. അയോധ്യ പ്രശ്നം, അയോധ്യയിലെ ബാബരി പള്ളി തകർത്തത് ഇന്ത്യ രാജ്യത്ത് വർഗീയ വിദ്വേഷമുണ്ടാക്കി, വർഗീയ സംഘർഷമുണ്ടാക്കി, മതപരമായ ചേരിതിരിവുണ്ടാക്കി, വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ BJP നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമരമാണ്. അതിൽ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിലെ പല നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പല അനുഭാവികളും അതിനകത്തകപ്പെട്ടു പോയി. ഇപ്പോൾ ആ സ്ഥാനത്ത് ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ നേട്ടമാണ് ഇപ്പോൾ BJP കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് പറയുമ്പോൾ മതത്തിൻ്റെ വഴിക്ക്, വിശ്വാസത്തിൻ്റെ വഴിക്ക്, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക്. രാഷ്ട്രീയം മതത്തിലോ മതം രാഷ്ട്രീയത്തിലോ ഇടപെടാൻ പാടില്ല. ഒരാളുടെ വിശ്വാസത്തിലും രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. അതാണ് മതനിരപേക്ഷതയുടെ മൂല്യം. എന്നാൽ ഇവിടെ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത്, ദുരുപയോഗം ചെയ്ത്, രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച്, വർഗീയത, വിദ്വേഷം സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണത്. അവർ ഇനിയും സംഘർഷമുണ്ടാക്കും. മണിപ്പൂർ കത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ സംഘർഷം അതിൻ്റെ ഭാഗത്താണ്. BJP അധികാരത്തിൽ വന്നത് മുതൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നയമെടുത്ത് നോക്കിയാലും ഈ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാനുള്ളതാണ്, ഏത് ബില്ലായാലും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയ വിദ്വേഷമുണ്ടാക്കി BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അയോധ്യ ക്ഷേത്രവും ഉദ്ഘാടനവുമെല്ലാം. ഇത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും. മതനിരപേക്ഷ പാർട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ജനാധിപത്യ ശക്തികൾ ഇത് മനസ്സിലാക്കും. അതിനനുസരിച്ച് ജനങ്ങൾ ചിന്തിച്ചുയർന്ന് പ്രവർത്തിക്കും.